അജിത് ഡോവലിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ദുരന്തർ എന്ന സിനിമയിലെ മാധവന്റെ കഥാപാത്രം 2000 കാലഘട്ടത്തിൽ തന്റെ കീഴുദ്യോഗസ്ഥനോട് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ കള്ളനോട്ട് അടിക്കുന്നു എന്നതിന്റെ തെളിവൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ. നിലവിലെ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല, പക്ഷേ ഭാവിയിൽ ഇതിനൊക്കെ എതിരെ നടപടിയെടുക്കുന്ന ഒരു നേതാവ് നമുക്ക് വന്നേക്കാം. പടത്തിന്റെ അവസാനം ഉറി എന്ന സിനിമയിലെ ഡയലോഗ് രൺവീർ സിംഗിന്റെ കഥാപാത്രം ആവർത്തിക്കുന്നുണ്ട്: യെ നയാ ഹിന്ദുസ്ഥാൻ ഹെ, യെ ഘർ മേ ഘുസേഗാ ഭി ഓർ മാരേഗാ ഭി. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഹൈപ്പർ നാഷണലിസത്തിൽ രോമാഞ്ചം കണ്ടെത്തുന്ന ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സിനിമയാണ് ഇത് എന്ന് അനായാസം മനസ്സിലാവും. നിങ്ങളുടെ ദേശസ്നേഹത്തിന്റെ അളവുകോൽ ആ ഒരു രീതിക്കാണ് പോകുന്നതെങ്കിൽ 3.5 മണിക്കൂർ നീളമുള്ള ഈ സ്പൈ ത്രില്ലർ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാണ്ഡഹാറിലെ വിമാനം ഹൈജാക്ക് ചെയ്ത സംഭവവും അതിനുശേഷം പാർലമെന്റിൽ നടന്ന അറ്റാക്കും എല്ലാം കഴിഞ്ഞപ്പോൾ അന്നത്തെ IB ചീഫായിരുന്ന അജയ് സാനിയാൽ പറഞ്ഞ ഒരു പ്ലാൻ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുന്നു. അതായത് ഈ വക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന പാകിസ്ഥാൻ അധോലോകത്തിലേക്ക് നമ്മുടെ ഒരാളെ ചാരനായിട്ട് തിരികെ കയറ്റുക. അങ്ങനെ അവരുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കുക. ആ ഒരു ചാരന്റെ ജീവിതമാണ് ദുരന്തർ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. പടത്തിൽ ഉടനീളമുള്ള സോഫ്റ്റ് പ്രൊപ്പഗണ്ട പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാലും സിനിമയുടെ എഴുത്ത് എവിടെയും പ്രത്യേകിച്ചൊരു ആവേശം സൃഷ്ടിക്കുന്നില്ല. കണ്ടുപരിചയിച്ചിട്ടുള്ള ടെക്നിക്കുകൾ തന്നെയാണ് വേൾഡ് ബിൽഡിങ്ങിന് ഇതിന്റെ സംവിധായകനായിട്ടുള്ള ആദിത്യ ധർ ഉപയോഗിക്കുന്നത്. ആ ഭാഗത്ത് കുറച്ചെങ്കിലും സിനിമാറ്റിക് ആയിട്ട് പുള്ളിക്ക് സഹായം ലഭിക്കുന്നത് സ്കെയിലിൽ നിന്നാണ്. ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നതിന് സമാനമായിട്ടുള്ള നരച്ച പച്ച ടിൻറ്റുള്ള പാകിസ്ഥാനെ കാണുമ്പോൾ ആ പശ്ചാത്തലത്തിന് ഒരു ടഫ് ഔട്ട്ലുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കഥയിലേക്ക് നോക്കുമ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള മേന്മയെല്ലാം വെറും ഡെക്കറേഷൻ ആണെന്ന് മനസ്സിലാവും. ഓഡിയൻസിന്റെ ഇമോഷൻ ട്രിഗർ ചെയ്യുക എന്നത് ഒരു ഫിലിം മേക്കിംഗ് നാക്കാണ്. അത് സാമാന്യമുള്ള വ്യക്തി തന്നെയാണ് ആദിത്യ ധർ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിട്ടുള്ള ഉറിയിൽ യഥാർത്ഥ സംഭവങ്ങളുടെ ഓർഡർ സ്വല്പം മാറ്റിക്കൊണ്ട് ക്ലൈമാക്സിൽ ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പുള്ളി ചെയ്യുന്നത് ഒരു ഫിക്ഷണൽ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ്. 2000 കാലഘട്ടത്തിൽ നടന്ന പ്രധാന ടെററിസ്റ്റ് അറ്റാക്കുകളൊക്കെ കണ്ട ഒരു വ്യക്തിയായിട്ടാണ് അയാളെ കാണിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ശരിയായ സംഭവങ്ങൾ സ്ക്രീനിൽ വന്നുകൊണ്ടേയിരിക്കും. പാർലമെന്റ് അറ്റാക്ക്, മുംബൈയിൽ താജ് ഹോട്ടലിലൊക്കെ ഉണ്ടായ 26/11 അറ്റാക്ക്, ഇതെല്ലാം ഇന്നത്തെ ഓഡിയൻസിനെ ട്രിഗർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഒരു ഘട്ടത്തിൽ സ്ക്രീനിൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത ലെറ്ററുകൾ ഉപയോഗിച്ചിട്ട് മുംബൈ അറ്റാക്കിന്റെ സമയത്ത് തീവ്രവാദികൾ പരസ്പരം സംസാരിച്ചതിന്റെ റെക്കോർഡിംഗ് വരെ കേൾപ്പിക്കുന്നുണ്ട്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള വിഷ്വലുകളും വളരെ ഡള്ളായിട്ടുള്ള കളർ പാലറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഗ്യാങ്സ്റ്റർ ലോകത്തേക്ക് നമ്മളെ ആദിത്യ ധർ കൊണ്ടുപോകുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനിലൂടെയും തരക്കേടില്ലാത്ത വിഷ്വൽ എഫക്ട്സിലൂടെയും നേടിയെടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. ഗോർ വയലൻസ് കുറച്ചധികം തന്നെയാണ്. ചിലതൊക്കെ മനസ്സിലാക്കാമെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ ഏതാണ്ട് മാർക്കോ ഒക്കെ പോലെ, പ്രത്യേകിച്ച് കഥയിലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഷോക്ക് വാല്യൂവിന് വേണ്ടി മാത്രം വയലൻസ് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പടം പോകുന്നുണ്ട്. പടത്തിൽ കാണിക്കുന്ന റൊമാൻസ് ഭാഗം സിനിമയ്ക്ക് ഒരു ബാധ്യത തന്നെയാണ്. പിന്നെ 3-3.5 മണിക്കൂർ ഉള്ളതുകൊണ്ട് പലർക്കും ഒരു ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കാൻ ആ ഭാഗം സഹായിക്കുന്നുണ്ട്. നല്ലപോലെ ബോഡി ബിൽഡ് ചെയ്ത് നീണ്ട മുടിയും ഗലിബോയിലെ ഏക് ഹി രാസ്ത എന്ന പാട്ടിലുള്ളതിന് സമാനമായ വോയിസ് മോഡുലേഷനും ഒക്കെ വെച്ചിട്ട് വിശ്വസനീയമായ രീതിയിൽ സ്ക്രീനിൽ വരാൻ രൺവീർ സിംഗിന് സാധിക്കുന്നുണ്ട്. വികാരം ഒരുപാട് പ്രകടിപ്പിക്കേണ്ടാത്ത രംഗങ്ങളിൽ രൺവീർ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വൾണറബിൾ ആകുന്ന ചില ഭാഗങ്ങളിൽ പ്രൊമോഷൻ സമയത്ത് കാണുന്ന രൺവീറിന്റെ ചില ഗ്ലിംസുകൾ നമുക്ക് കാണാൻ കിട്ടും. താടിയെല്ലിലേക്ക് സ്ട്രെസ് കൊടുക്കുന്ന ടിപ്പിക്കൽ എക്സ്പ്രഷൻ ആദ്യം തൊട്ട് അവസാനം വരെ പിടിക്കുന്ന അക്ഷയ് ഖന്നയ്ക്ക് ഒരു നേതാവിന്റെ ഓറ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സഞ്ജയ് ദത്ത് ഇപ്പോഴും ബാഗി 4ലെ കഥാപാത്രത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിലുള്ള ഗ്രീൻ സ്ക്രീൻ ഉപയോഗം ആ സീനിന്റെ ഭംഗി നല്ല രീതിയിൽ നശിപ്പിക്കുന്നുണ്ട്. മാധവനും അർജുൻ രാംപാലും ഒക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഒരുപക്ഷെ 2026 മാർച്ചിൽ ഇറങ്ങുന്ന ഇതിന്റെ 2ാം ഭാഗത്തിൽ കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഉണ്ടാകുമായിരിക്കും. അഭിനയിക്കാനുള്ള ഒരു സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഏറ്റവും നല്ല റോൾ കിട്ടിയിട്ടുള്ളത് രാകേഷ് ബേഡിക്കാണ്. പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. രാകേഷ് ബേഡി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഘട്ടത്തിൽ നായകനെ ശകാരിക്കുന്നത് നായികയുമായിട്ടുള്ള പ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ്. സിനിമയിൽ പറയുന്നത് 10 വയസ്സിന്റെ വ്യത്യാസമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അത് 20 വയസ്സാണ്. യാഥാർത്ഥ്യം മാറ്റിവെച്ചാലും സിനിമകളിൽ നമ്മൾ നോക്കുന്ന സ്ക്രീൻ ഏജ് നോക്കിയാൽ പോലും രൺവീറും സാറ അർജുനും തമ്മിലുള്ള ഇതിലെ പ്രണയം കംഫർട്ടബിൾ ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാനിലൊക്കെ ഇങ്ങനെയാണ് എന്ന് കാണിക്കാനുള്ള ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്നറിയില്ല. ശരിയായ ഓപ്പറേഷൻ ലയാരി നടപ്പിലാക്കിയത് അവിടുത്തെ അണ്ടർവേൾഡിനെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെയാണ്. ആദിത്യ ധർ ഒരുക്കിയിട്ടുള്ള ദുരന്തർ ഒരു പാട്രിയോട്ടിക് ഫാന്റസിയാണ്. അതായത് ഇന്ത്യക്കാർ അവരുടെ ഒരു ചാരനെ പാകിസ്ഥാനിലേക്ക് വിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ അധോലോകത്തെ ഇല്ലാതാക്കി എന്ന് സിനിമയിലൂടെ വിശ്വസിച്ച് കോൾമയർ കൊള്ളുന്ന ഒരു പരിപാടി. ഇതുപോലത്തെ എസ്കേപ്പിസ്റ്റ് തീവ്ര രാജ്യസ്നേഹം കണ്ടു കഴിഞ്ഞാൽ എഴുത്തിലെ പ്രശ്നങ്ങളൊന്നും നിങ്ങളിലെ സിനിമ സ്നേഹിക്ക് ഒരു പ്രശ്നമേ ആവില്ലെങ്കിൽ ഈ ഒരു ഗ്ലോറിഫൈഡ് ബാഗി നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്